ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കുന്നതാണ്. ഓട്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറാനും നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകളും വരകളും ഒക്കെ കുറയ്ക്കാനും അതുവഴി നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും നിറം വയ്ക്കാനും എപ്പോഴും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരുന്ന ഒരു ഫേസ് ക്രീമാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഓട്സ് ആണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഓട്സ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്കൊരു 2 ആഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാനുള്ള അളവിലുള്ള ക്രീം നമുക്കിതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഓട്സ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കും. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഓട്സ്. ആ ഒരു ഡ്രൈനെസ് മാറാനും സ്കിന്നിൽ ഉണ്ടാകുന്ന മൊരിച്ചിൽ മാറാനും സ്കിന്ന് നല്ല മോയ്സ്ചർ ചെയ്ത് വെക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാൻ, കറുത്ത പാടുകൾ മാറാൻ, കരുവാളിപ്പ് മാറാനൊക്കെ സഹായിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 3 പ്രാവശ്യമൊക്കെ ഓട്സ് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഓട്സ് ഇങ്ങനെ കഴുകുന്നതിനനുസരിച്ച് ആ ഒരു വെള്ള കളറിലുള്ള ആ ഒരു പൊടി ഇങ്ങനെ കലങ്ങിയിട്ട് വരും. അപ്പോൾ ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ കഴുകിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു രാത്രി മുഴുവനായിട്ട് കുതിർക്കാൻ വയ്ക്കണം. ചുരുങ്ങിയത് ഒരു 10 മണിക്കൂറെങ്കിലും നിങ്ങളിത് കുതിർത്ത് വയ്ക്കുക. തലേ ദിവസം രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഓട്സൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈകൊണ്ട് പൊടിച്ചാൽ പൊടിയുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഈ ഒരു വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം. വെള്ളം കൂടി പോവേണ്ട, ഒരു പാകത്തിനുള്ള അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മുടെ ക്രീമിൽ ഒട്ടും തരിതരിപ്പും പൊടിയോ ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അരിപ്പ ഉപയോഗിച്ചിട്ടൊക്കെ അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ക്രീം നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ. ഇനി ഇത് നമുക്ക് ക്രീം ആക്കി എടുക്കാനായിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഇത് അരിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ പൊട്ടുന്ന ഗ്ലാസിൻ്റെ ഒക്കെ പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ചൂട് തട്ടുമ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ പാത്രം തന്നെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ ക്രീമാക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് നേരം അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക. അടിയിലുള്ള ആ ഒരു വെള്ളം തിളയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ചൂട് തട്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഓട്സിൻ്റെ ഈ ഒരു മിക്സ് കുറുകിയിട്ട് നല്ലൊരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. അഞ്ച് മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്തപ്പോഴേക്കും ക്രീമിൻ്റെ ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇറക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ചൂട് കൊണ്ട് പിന്നെ ഒന്ന് സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് നല്ല ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇത് തന്നെ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇതിലേക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലൊക്കെ ആയാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ ഒന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഈ ഒരു ഓട്സ് മാത്രമാകുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് ഡ്രൈ ആകുന്ന സമയത്ത് ഇങ്ങനെ ഒരു മൊരിച്ചിൽ പോലെ ഉണ്ടാകും. സ്കിന്ന് മൊരിഞ്ഞു പോകുന്നതല്ല, നമ്മുടെ ക്രീം ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അതില്ലാതാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലത് ഈ ഒരു ക്രീമിലേക്ക്. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു എണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ക്രീം റെഡിയായി. ഈ ഒരു ക്രീം പെട്ടെന്ന് കേടായി പോകുന്നില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്താൽ ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത് നല്ലത്. അങ്ങനെ വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ കൂടുതൽ കാലത്തേക്ക് കേടുകൂടാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സ്പൂൺ വെച്ചിട്ട് മാത്രം എടുക്കുക. കൈ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ചീത്തയായിപ്പോൾ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കുന്നതൊക്കെ മാറ്റും. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റും സ്മൂത്തും ഒക്കെ ആക്കും. അതുപോലെ തന്നെ സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി ഈ ഒരു ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നോക്കാം. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ്. ഒരു 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഫേസ് നല്ലപോലെ കഴുകിയിട്ട് നിങ്ങൾ കുറേശ്ശെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊരു മസാജും കൂടെ കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. 20 മിനിറ്റിൽ കൂടുതലായിട്ടും വയ്ക്കാം. മാക്സിമം പോയാൽ ഒരു മണിക്കൂറൊക്കെ നിങ്ങൾക്കിത് ഫേസിൽ വയ്ക്കാവുന്നതാണ്. അതിനുശേഷം വാഷ് ചെയ്താൽ മതി. പിന്നെ ഫേസിൽ മാത്രമല്ല, നിങ്ങൾക്ക് കൈ കാലുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണിത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 മണിക്കൂർ നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നതാണ് നല്ലത്. അല്ലാത്ത ടൈപ്പ് സ്കിന്നൊക്കെ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് ക്രീം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്